വലഖദ് അർസൽനാ ഇലാ സമൂദ, സമൂദ് ഗോത്രത്തിലേക്ക് തീർച്ചയായും നാം അയക്കുകയുണ്ടായി, അഖാഹും അവരുടെ സഹോദരനായ സാലിഹൻ, സ്വാലിഹിനെ. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രയോഗിച്ചത് അഖാഹും എന്നാണ്, അവരുടെ സഹോദരൻ. അവരുടെ സഹോദരൻ എന്ന പ്രയോഗത്തെ മുഫസ്സിറുകൾ പ്രത്യേകം രേഖപ്പെടുത്തി. ഉഖുവത്തുൻ നസബിയയാണ്, അഥവാ ആ നാട്ടുകാരൻ, ആ നാട്ടിലെ ഗോത്രത്തിൽപ്പെട്ട ഒരു മെമ്പർ എന്ന നിലക്ക്, ആ രാജ്യനിവാസി എന്ന നിലക്കാണ് അവിടെ എന്ത് പ്രയോഗിക്കുന്നത്? സഹോദരൻ എന്ന് പ്രയോഗിക്കുന്നത്. അങ്ങനെ പ്രത്യേകം പറയാൻ എന്താണ് കാരണം? അത് ദീനിലുള്ള ഉഖുവത്തല്ല, ഉഖുവത്തുൻ ദീനിയ അല്ല, അത് ദീനിയായ നിലക്കുള്ള തന്റെ സഹോദരനല്ല. മഹാനായ ശൈഖ് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ സൂറത്തിന് തഫ്സീർ എഴുതിയപ്പോൾ ആധുനിക കാലഘട്ടത്തെ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള കിബാറുൽ ഉലമായിൽപ്പെട്ട ഒരു പണ്ഡിതനായ മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ, അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചിടത്ത് പറയാണ്, പറയപ്പെടാൻ പാടില്ല, ഫലാ യുഖാലു, പറയപ്പെടരുത് എന്ത്? ഇദൻതഫത്തിൽ ഉഖുവത്തുൽ ഈമാനിയ ഇൻതഫത്തിൽ ഉഖുവത്തുൻ നസബിയ. ഈമാനിയായ ഉഖുവത്ത് ഇല്ലെങ്കിൽ പിന്നെ സഹോദരൻ എന്ന് പ്രയോഗിക്കാവതല്ല എന്ന ഒരു വാദമുണ്ട് ചിലർക്കൊക്കെ. അങ്ങനെ പറയരുത്. താരാ പറയുന്നത്? ഇത് പറയുന്നത് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ. ബൽ, മാത്രമല്ല, ഇദൻതഫാ അഹദുഹുമാ യബ്ഖൽ ആഖർ, ഒരു ബന്ധം അഥവാ ഉഖുവത്തുൽ ഈമാനിയ ഉഖുവത്തുൻ നസബിയ, രണ്ട് നിലക്കുണ്ട് നമ്മൾ സഹോദരങ്ങൾ എന്ന് പ്രയോഗിക്കുമ്പോൾ. നമ്മളിപ്പോൾ മുസ്ലിമീങ്ങൾ, നമ്മളെല്ലാവരും സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, നമ്മുടെ ദേശത്തുള്ള എല്ലാ മെമ്പർമാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന് നമ്മൾ അസംബ്ലിയിൽ കൈ ഉയർത്തിയിട്ട് പ്രതിജ്ഞ എടുക്കുമ്പോഴോ, നമ്മുടെ സംസാരങ്ങളിൽ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ എന്നൊക്കെ പറയുമ്പോഴും രണ്ടും രണ്ട് നിലക്കുണ്ട്. ഒന്ന് ഉഖുവത്തുൻ നസബിയയുണ്ട്, ഒന്ന് ഉഖുവത്തുൻ ഈമാനിയയുണ്ട്. ഈമാനിയായ ഉഖുവത്ത് ഉണ്ടെങ്കിലേ ഒരാളെ സഹോദരൻ എന്ന് പ്രയോഗിക്കാവൂ. ഈമാനിയായ ആ സഹോദര്യം ഇല്ലെങ്കിൽ ഒരാളെ സഹോദരൻ എന്ന് പ്രയോഗിക്കൽ ബാത്തിലാണെന്ന് പറയാവതല്ല. അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഒന്നില്ലെങ്കിൽ മറ്റേത് പറഞ്ഞുകൂടാ എന്ന് അർത്ഥമാക്കരുത്. എന്താ തെളിവ്? ലിഖൗലിഹി, അല്ലാഹു ഇവിടെ പറഞ്ഞത് എന്താണ്? വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സാലിഹാ. അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് ആരെ അയച്ചു? അവരുടെ സഹോദരനായ സാലിഹിനെ അയച്ചു. എന്താ കാരണം? ഇവിടെ ആ നാട്ടുകാരുടെ സഹോദരനാണോ? ഉഖുവത്തുൻ ഈമാനിയയുണ്ടോ ആ നാട്ടുകാർക്കും സാലിഹ് നബിക്കും? ഇല്ല. ആ നിലക്കൊരു സഹോദരൻ എന്ന് പറയാവുന്ന കുറഞ്ഞ ആളുകളെ ആ നാട്ടിൽ ഉണ്ടായിട്ടുള്ളൂ. അതാരാണ്? അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളാണ്. അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള ചുരുങ്ങിയ മുഅ്മിനീങ്ങളെ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉഖുവത്തുൻ ഈമാനിയ എന്ന നിലക്ക് പറയാവുന്നത്. എന്നാൽ ഇവിടെ അല്ലാഹു അഖാഹും എന്ന മൊത്തം ആ സമൂദ് ഗോത്രക്കാരെ മുഴുവൻ, അവരിലുള്ള അവിശ്വാസികളുടെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാ പറയുന്നത് അവരുടെ സഹോദരൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, തെറ്റിദ്ധാരണകൾ നമ്മൾ നീക്കണം. മറ്റൊരാളെ ഒരു ഹൈന്ദവ സഹോദരനോ അല്ല ഒരു ക്രൈസ്തവ സഹോദരനോ പറഞ്ഞു പോയാൽ ഇസ്ലാമികമായ ഈമാൻ അവൻ ഇല്ലാത്തതുകൊണ്ടാണ്, ഇസ്ലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് മനസ്സിലായിട്ടില്ല, അവൻ വലാ ബറാഇനെ അംഗീകരിക്കാത്തവനാണ് എന്ന് ആരോ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവര് മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മളായിട്ട് പുതിയതുണ്ടാക്കിയതൊന്നുമല്ല. മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സംഘടനയുടെ മെമ്പറോ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ നിസ്സാരമായ ചില കാര്യങ്ങളുടെ പേരിൽ തെറ്റിപ്പിരിഞ്ഞ് പരസ്പരം വലിയ രൂപത്തിലുള്ള ബിദ്അത്തും അതേപോലെയുള്ള തിന്മകളുമൊക്കെ ആരോപിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സഹോദരങ്ങളത് തിരിച്ചറിയുക. അങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ പർവ്വതീകരിച്ച് പറഞ്ഞ് മുസ്ലിം സമൂഹത്തിൻ്റെ ആ ഉഖുവത്തിനെ, അവർക്കിടയിലുള്ള വഹ്ദത്തിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അപരാധമാണ് എന്ന് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയാനത് കാരണം. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പൊ വലഖദ്, അതാണ് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയത്. വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സാലിഹാ.